ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 36-ാം വാക്യം മുതൽ. പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു. അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്ന് കണ്ണുനീരുകൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ചു, തൈലം പൂശി. അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു. ഹല്ലേലൂയ. ഒരുപാട് വട്ടം നമ്മളെല്ലാം കേട്ട ഒരു വചനം തന്നെയാണിത്, അല്ലേ? എനിക്കറിയത്തില്ല, കർത്താവ് ഈ സ്ത്രീകളുടെ ടോപ്പിക്സാണ് കർത്താവ് എനിക്ക് തരുന്നത്. ഞാനിതല്ല മെസ്സേജിന് വന്നത്, സത്യമായിട്ട് ഇതായിരുന്നില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മെസ്സേജ്. പക്ഷേ ഇന്ന് രാവിലെ വായിക്കുമ്പം കർത്താവ് എനിക്കിത് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ്, ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു രക്തസ്രാവക്കാരുടെ സ്ത്രീയുടെ കഥയാണ് പറഞ്ഞു, വീണ്ടും സ്ത്രീ. അപ്പം കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ വിഷയം അവിടെ ഒരുപാടുണ്ട്, നീ അതിടന്ന്. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് വട്ടം വായിച്ച വചനം തന്നെയാണിത്. പക്ഷേ ഈ സ്ത്രീക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ ഈ സ്ത്രീയുടെ പേര് ഒരിടത്തും പറയുന്നില്ല. അവൾ വന്നതും ചെയ്തതും കണ്ട് ദേഷ്യപ്പെട്ട്, അവൾ ചെയ്തതിനെ കണ്ട് പുരോഹിതന്മാരുടെ ലെവലിലുള്ള ആൾക്കാർക്ക് അവൾ ചെയ്തത് കണ്ടിട്ട് അസ്വസ്ഥത വന്നു. സ്ത്രീ എങ്ങനെയുള്ളവളാ? പാപിനിയായൊരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർക്ക് അസ്വസ്ഥത വന്നത്. കർത്താവ് എവിടെയായിരിക്കുന്നേ? ശീമോൻ പരീശന്മാരുടെ അടുത്ത് കർത്താവിനെ വിരുന്നിന് വിളിച്ചു. ശ്രേഷ്ഠന്മാരുടെ കൂടെ കർത്താവ് വിരുന്നിനിരിക്കുക. അവരുടെ ആചാര രീതികൾ അനുസരിച്ചിട്ട് നമ്മളൊരു അതിഥിയെ വിളിക്കുവാണെങ്കിൽ, നമ്മൾ സൽക്കരിക്കുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാം നല്ല വൃത്തിയായിട്ട് ഒരുക്കും, അല്ലേ? അവർക്കുള്ളതെല്ലാം നല്ല നമ്മളുടെ ലെവലിൽ നിന്ന് നമ്മൾ നല്ലതായി ചെയ്യും. കാരണം നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ആതിഥ്യ മര്യാദ ഒരുപാടുണ്ട്, അല്ലേ? ഇല്ലെങ്കിലും അപ്പുറത്ത് പോയി കടം വാങ്ങിയാണെങ്കിലും നമ്മൾ വെച്ചും വിളമ്പിയും നല്ലതേ കൊടുക്കത്തുള്ളൂ. അങ്ങനെയല്ലേ എല്ലാവരും? 100% അങ്ങനെയാണ്. ഇല്ലാത്ത പാത്രം മേടിച്ച് നമ്മൾ ഉണ്ടാക്കും, ഇല്ലാത്ത പാല് വാങ്ങി നമ്മൾ ചായ ഇടും, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി നമ്മൾ ചിക്കൻ വെക്കും, അല്ലേ? എല്ലാം ചെയ്യും, എല്ലാവരും ചെയ്യുന്നതാ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ മക്കളാകുമ്പോൾ അതിൻ്റെ അളവ്, ഡിഷസിൻ്റെ അളവ് കൂടത്തേ ഉള്ളൂ. കൊടുത്താലും തൃപ്തി വരത്തില്ല, അല്ലേ? വരുന്നത് ഒരു പ്രാർത്ഥനയ്ക്കാണെങ്കിലോ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൊടുക്കും, അല്ലേ? അപ്പോൾ പരീശന്മാരുടെ ആചാര രീതി അനുസരിച്ചിട്ട് അവർ വിരുന്നിന് ഒരാളെ വിളിച്ചാൽ അവരുടെ രീതിയിൽ അവർ ആ വരുന്ന അതിഥിയുടെ കാല് കഴുകണം, ചുംബിക്കണം, തൈലം പൂശണം. ഇങ്ങനെ കുറച്ച് ആചാര രീതികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കസ്റ്റം ഉള്ള ഒരു സ്ഥലത്താണ് കർത്താവിനെ അവർ വിളിച്ചത്. പക്ഷെ നമ്മുടെ കർത്താവിന് അതൊക്കെ കിട്ടിയോ? അവരാരെങ്കിലും അതൊക്കെ ചെയ്തോ? കർത്താവിന് ആരെങ്കിലും കൊടുത്തോ? ആരും കൊടുത്തില്ല. അവരാരും ആ ആതിഥ്യ മര്യാദ കാണിച്ചില്ല. കാരണം അവരുടെ ഉള്ളിൽ എന്താണ്? ഇവനെ ഒന്നും കൂടെ പരീക്ഷിക്കണം, അല്ലേ? കർത്താവിനെ ഒന്നും കൂടെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്ര ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞ ഭാവത്തിൽ അവരവനെ വിരുന്നിന് വിളിച്ചത്. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ? കർത്താവിന് കിട്ടേണ്ടത് അപ്പൻ മക്കൾക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയുമ്പോൾ എന്താണ്? സ്വർഗത്തിലെ അപ്പൻ തൻ്റെ മകന് അവന്മാര് കൊടുത്തില്ലെങ്കിൽ പാപിനിയായ സ്ത്രീയെ കൊണ്ട് കൊടുക്കും. സ്വർഗത്തിലെ അപ്പന് മകന് കിട്ടേണ്ട ഓഹരി കിട്ടിയിട്ടില്ലെങ്കിൽ, മകൻ ചെയ്തില്ലെങ്കിൽ അപ്പൻ ഇടപെടും. നമുക്ക് കിട്ടേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട, കർത്താവ് അത് തരും. എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവാം ഒരു ചെറിയൊരു കാര്യമായി ഞാൻ പറഞ്ഞു തന്നു. 2 കൊല്ലം കഴിഞ്ഞ് എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയപ്പം 1.5 കൊല്ലം ഞാൻ അപമാനിതയായി നിന്നൊരു സ്ഥലമാണ്.
1.5 കൊല്ലം 6 മാസം കൊണ്ട് അതിനെ മാറ്റിമറിച്ച് എൻ്റെ കർത്താവ് അതെൻ്റെ കയ്യിൽ തന്നു. ഇതുപോലെയല്ലേ അംഗീകരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ പലരും. പല സ്ഥലങ്ങളിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടാവാം, പല സ്ഥലങ്ങളിൽ നമ്മൾക്ക് അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ കർത്താവ് മക്കളെ കാണുന്നതാ ഇങ്ങനെ ഒന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സാ ഇതിനെ ഇങ്ങനെ ആക്കും. നിനക്ക് കിട്ടേണ്ട മര്യാദ അവർ ചെയ്തിട്ടില്ലെങ്കിൽ പാപിനിയായവളെ കൊണ്ട് അവൻ പൂശി കാണിച്ചു കൊടുക്കും ആതിഥ്യ മര്യാദ എന്താണെന്ന്. സാഹചര്യം അനുകൂലമായില്ലെങ്കിൽ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രതികൂലത്തിന്റെ മധ്യ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലെന്ന് ഓർക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആ ദൈവത്തിനെയാണ് നമ്മൾ ആരാധിക്കുക സ്തുതിക്കുക എന്ന് ഓർക്കുമ്പോൾ. സാഹചര്യം അനുകൂലമല്ല, നിന്ന, അപമാനം, കുത്തുവാക്ക്, പരിഹാസം ഇതൊക്കെ കൂടി വന്നു കഴിയുമ്പോൾ നമ്മൾ തലകുനിക്കും. പക്ഷെ കർത്താവ് ഇവിടെ തലകുനിച്ചോ? കർത്താവൊക്കെ തല കുനിച്ചില്ല. കാരണം അപ്പൻ ഒരുക്കിയത് അപ്പൻ കറക്റ്റ് ടൈമിനോടെ കൊണ്ടുവന്നു. ആ സ്ത്രീ കർത്താവിനെ കാണണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പരീശന്മാരുടെ പന്തിയിൽ കർത്താവ് ഭക്ഷണത്തിരിക്കുമ്പോൾ അവൾ ഒരു വാതിൽക്കലിൻ്റെ അടുക്കൽ നിന്ന് കർത്താവിനെ നോക്കാൻ വേണ്ടി മാത്രം അവൾ വന്നത്. അവൾ വന്നത് എന്തിനാ? കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടിയാ. രക്തസ്രാവക്കാരി ആ കൂട്ടത്തിൽ ഓടിച്ചെന്നത് എന്തിനാ? കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടിയാ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റിയോ നിൽക്കാൻ? എങ്ങനെയും അവനെ ഒന്ന് തൊടണം. പക്ഷെ അതുപോലെയാ ഈ പാപിനിയായ സ്ത്രീ. അവൾ വാതിലിൻ്റെ പുറകെ നിന്നു. അപ്പനെ കിട്ടേണ്ട, ഇത്രയും വലിയ എൻ്റെ പ്രഭുവിനെ കിട്ടേണ്ട ഒരു ആതിഥ്യ മര്യാദ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഓടി അവൻ്റെ അടുക്കൽ ചെന്നു. അവളുടെ കയ്യിലെ പരിമളം കൊണ്ട് അവളുടെ കണ്ണുനീര്, വെള്ളം കയ്യിലില്ലെങ്കിൽ കണ്ണുനീര് കൊണ്ട് അവൻ്റെ കാല് കഴുകി. ആദിത്യ മര്യാദ അനുസരിച്ച് വെള്ളം ഒഴിച്ച് കാല് കഴുകി തുണി കൊണ്ട് ഒപ്പേണ്ടടുത്ത്, സാഹചര്യം അനുകൂലമല്ലാത്തടത്തും അവൾ ചെയ്ത പ്രവൃത്തി എന്റെ സ്വർഗത്തിലെ അപ്പന്റെ ഹിതത്തിനൊത്തവണ്ണമായി മാറി. നിന്റെ ശത്രുവിനെ പിടിച്ചെടുക്കുവാൻ നിന്റെ ഉള്ളത്തിലെ ദൈവസ്നേഹത്തിന് സാധിക്കും. നമ്മുടെ പ്രവൃത്തിയിൽ അതിശയകരമായി ശത്രു ഭയപ്പെടും. ദൈവസ്നേഹം വന്നു കഴിഞ്ഞാൽ nobody can stop us. ആർക്കും തടയാൻ പറ്റത്തില്ല. പിന്നെ ഒരു സ്റ്റോപ്പ് ഇല്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. അതൊരു റണ്ണിങ് റേസ് ആണ്. ട്രാക്ക് ക്ലിയർ ആണ്, അതിന് ഒരു എൻഡ് ഇല്ല. എത്ര പേർക്ക് സന്തോഷം തോന്നുന്നു? എൻ്റെ അപ്പൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഇന്ന് ഈ സാഹചര്യം, മഴയും വെയിലും ഒന്നും നോക്കാതെ ഈ പകൽ എൻ്റെ കർത്താവിനെ ആരാധിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കാരണം ശ്രേഷ്ഠകരമായ വിരുന്നിൻ്റെ ഓഹരി അവൻ എനിക്ക് ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ്. ക്രൂശിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അളവ് എന്നിൽ വർദ്ധിക്കും. അതെനിക്ക് പകർന്നു കൊടുക്കാൻ പാകത്തിന് എന്നിൽ നിന്ന് കവിഞ്ഞൊഴുകും. എൻ്റെ ശത്രു ഭയക്കുന്ന രീതിയിൽ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ സാഹചര്യങ്ങളിൽ പതറവിധത്തിൽ ശത്രുവിനോട് ഞാൻ പോരാടാൻ തുടങ്ങും. ചിരിച്ചുകൊണ്ട് ശത്രുവിനെ ഞാൻ നേരിടും. പരിഹസിച്ചെടുത്തും തല കുമ്പിട്ടെടുത്തും തല ഉയർത്തി നിന്ന് ദൈവസ്നേഹം പ്രകാശിപ്പിക്കാനായി എനിക്ക് കഴിയും. ഹല്ലേലൂയ. പാപിനിയായവളായിരുന്നു. അവൾ ചെയ്ത പ്രവൃത്തി പരീശന്മാരെ അസ്വസ്ഥരാക്കി. അവർ ചെയ്യേണ്ടടുത്ത് ആരും വെയിറ്റ് ചെയ്യല്. സഭയ്ക്കുള്ളിൽ എനിക്ക് എന്ത് ചെയ്യാനുണ്ടെന്നാണ് ചോദിക്കുന്നത്. ലീഡേഴ്സ് ചെയ്യേണ്ടടുത്ത് ലീഡേഴ്സ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആരും സ്റ്റോപ്പ് ചെയ്യരുത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഒരു കസേര മാറ്റിയിടുന്നിടത്തും ഒരാളെ കൈപിടിച്ചൊന്നൊക്കെ സഹായിക്കുന്നിടത്തും തുടങ്ങുന്നതാണ് നമ്മുടെ ശുശ്രൂഷ. ആരും വന്ന് പറയാൻ വെയിറ്റ് ചെയ്യരുത്. ഒരു ഇൻവിറ്റേഷൻ തരാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. അവൻ ഇൻവൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി ദൈവ സ്നേഹത്തിലാണ് നീ പലതും ചെയ്യേണ്ടത്. ഒരാളും പറഞ്ഞു തന്നല്ല ചെയ്യേണ്ടത്. സഭയ്ക്കുള്ളിൽ ഒരു ദൈവ സ്നേഹത്തിൻ്റെ പ്രവൃത്തി വരട്ടെ. Pray for it. ഒരു ദൈവ സ്നേഹത്തിൽ കയറുന്ന ഒരു സഭയായി മാറട്ടെ. നമ്മൾ ദൈവ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സഭാ ജനമാകട്ടെ നമ്മൾ ഓരോരുത്തരും. അവൾ അങ്ങനെ ചെയ്തപ്പോൾ ആരസ്വസ്ഥപ്പെട്ടു? പരീശന്മാർക്ക് മുഴുവൻ പിറുപിറുപ്പായി. അവർ ചെയ്യേണ്ടത് ഇവളെ വന്ന് ചെയ്തു, ഇവളെ ആരിവിടെ കടത്തുവിട്ടി, പല ചോദ്യങ്ങളായി. ചാൻസ് കിട്ടുമ്പോൾ കയറിക്കൊള്ളണം.
ചാൻസ് കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഓടിച്ചെല്ലാൻ തയ്യാറായിക്കൊള്ളണം. ഈ ഞായറാഴ്ച വരാൻ പറ്റിയില്ല, സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ചാൻസ് നിനക്ക് അന്നുണ്ടായിരുന്നായിരിക്കാം. പക്ഷെ ആ ചാൻസിനെ നഷ്ടപ്പെടുത്തി വേറെ പലതിനും പോയി കഴിയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം തേടി വരുന്ന വേറെ മക്കൾ അതിൻ്റെ ആ നന്മ അനുഭവിക്കും. ചാൻസ് കിട്ടുന്നിടത്ത് കയറിപ്പൊക്കോളണം. ഒന്നിനും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇതെൻ്റെ സഭ ചെയ്യേണ്ടതല്ലേ, ഇത് ഞാൻ ചെയ്യണോ, ഇതൊരു ശുശ്രൂഷകർ വന്ന് ചെയ്യേണ്ട കാര്യമല്ലേ, ഞാൻ ചെയ്യണോ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കർത്താവിനാൽ എനിക്കത് സാധിക്കുമെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പോയി പ്രാർത്ഥിക്കണം. ഒരു ഭവനത്തിനുള്ളിൽ കയറി ചെല്ലാൻ പതറണ്ട. ഇതുപോലെ ആ ബസ്സിൽ തൊട്ടടുത്തിരിക്കുന്നിടത്ത് പറയണം. അവസരം ദൈവസ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കും. കണ്ടക്ടർ നോക്കുകയോ തൊട്ടടുത്തിരിക്കുന്നവരെന്തുവാണെന്ന് പറയുമോ ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല, നമ്മൾ പറഞ്ഞിരിക്കും. നമ്മുടെ അയൽവക്കത്തെ വീട്ടിൽ തല്ലുണ്ടാക്കുവാണ്, എല്ലാവരും മാറി നിന്ന് കാണുവാണെങ്കിൽ നമ്മൾ കയറി ചെല്ലണം. യേശുവിൻ്റെ അധികാരത്തിൽ അവരോട് സംസാരിക്കണം. മദ്യപാനത്തിലായിരിക്കുന്ന വ്യക്തികളെ ശാസിക്കുവാനുള്ള അധികാരം ഈ നാവിനുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ശാസിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് സഭയ്ക്കുള്ളിൽ ഏറ്റവും അധികം വരുന്നൊരു വിഷയമാണ് മദ്യപാനത്തിൻ്റെ. പ്രാർത്ഥിക്കണം. ഒന്നിനും കാത്തിരിക്കരുത്. അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിന്റെ അവസരം പോയി. കർത്താവിൻ്റെ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്തതുകൊണ്ട് അവൾ ലോകത്തിന് മാതൃകയായി മാറി. അവൾക്ക് ഏറ്റവും വലിയ പാപമോചനം ലഭിച്ചു. ഹല്ലേലൂയ! അവൻ തേടിപ്പോയില്ല. അവളുടെ പ്രവൃത്തിയുടെ മേൽ ദൈവം അവൾക്ക് മേൽ പാപമോചനം കൊടുത്തു. ഹല്ലേലൂയ! 39 വാക്യം. അവനെ ക്ഷണിച്ച പരീശന്മാർ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നു എങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നറിയുമായിരുന്നു. അവർ പിറുവിറുക്കാൻ തുടങ്ങി. അവർ തമ്മിൽ പറഞ്ഞ എന്താണ്, ഇവന് വലിയ പ്രവചന ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവളൊരു പാപിനിയാണ്, ഇവൻ എന്തിനാ ഇതിനെ അനുവദിച്ചേ? അവർ പറയാൻ അവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചുറ്റും ഇരിക്കുന്നവരാരും അംഗീകരിക്കുമെന്ന് വിചാരിക്കരുത്. ക്രിറ്റിസിസംസിൻ്റെ നടുക്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. കുറ്റപ്പെടുത്തലിൻ്റെ നടുവിലേ നമ്മൾ വളരത്തുള്ളൂ. കുറ്റപ്പെടുത്തലിൻ്റെ നടുവിലേ നമ്മൾക്ക് വളർച്ചയുള്ളൂ. എല്ലാവരും നമുക്ക് ഫീഡ്ബാക്ക് നല്ലത് തരുമെന്ന് ആരും വിചാരിക്കരുത്. എല്ലാവരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. നല്ലതെന്ന് പറഞ്ഞ് ആരും ഈ ലോകത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത് 1.5 കൊല്ലം ഞാൻ ഞെരുങ്ങി ഒരു അപ്രിസിയേഷനും ഇല്ല. മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ദൈവം ചെയ്തത്. ഗുരു പറഞ്ഞാലും 41 വാക്യം എന്ന് അവൻ പറഞ്ഞു. കർത്താവ് ശീമോനോട് മറുപടി പറയാൻ തുടങ്ങി. ശീമോനെ, നിന്നോട് ഒന്ന് പറവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. 41 വാക്യം. കടം കൊടുക്കുന്ന ഒരുത്തന് 2 കടക്കാർ ഉണ്ടായിരുന്നു. ഒരുത്തൻ 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുപ്പാനുണ്ടായിരുന്നു. വീട്ടുവാൻ അവർക്ക് വക ഇല്ലായ്കയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആരവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ശീമോൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ വിധിച്ചത് ശരി എന്ന് പറഞ്ഞു. സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നുവോ? ഞാൻ നിൻ്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീരുകൊണ്ട് എൻ്റെ കാൽ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്തു വന്നതു മുതൽ ഇടവിടാതെ എൻ്റെ കാൽ ചുംബിച്ചു. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എൻ്റെ കാൽ പൂശി. ആമേൻ. കർത്താവ് ശീമോന് കൊടുത്ത മറുപടിയാ, നീ ചെയ്യേണ്ടതൊക്കെ അവൾ ചെയ്തത്. പിന്നെ ഞാൻ എന്തിനവളെ വേണ്ടാന്ന് വയ്ക്കണം? എന്തിന് ഞാൻ അവളെ കണ്ടില്ല എന്ന് നടിക്കണം? എന്തിന് ഞാൻ അവൾക്ക് നേരെ കുറ്റം വിധിക്കണം? അവൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ വിരുന്നു വീട്ടിൽ ചെയ്യേണ്ടത് അവൾ ചെയ്തു. നീ വിളമ്പി വെച്ച ഭക്ഷണത്തെക്കാൾ, നീ എനിക്ക് തരാനിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മധുരമുള്ളതും ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണത്തെക്കാൾ അവൾ ചെയ്ത ആതിഥ്യ മര്യാദയിൽ എനിക്ക് സന്തോഷമാണ്. എന്തുകൊണ്ട് അവളത് ചെയ്തു? 46 വാക്യം. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ.
അവളുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ അളവ് കൂടിയത് കൊണ്ടാ അപ്പനെ കണ്ടപ്പോൾ അവൾക്ക് ചെയ്യാൻ മറ്റുള്ളവർ ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ട് മടിച്ചു നിൽക്കാതെ അവൾ ചെയ്തത്. ഉള്ളിലെ സ്നേഹമുള്ളത് കൊണ്ടാണ് അവളെ കർത്താവിൻ്റെ മുമ്പിൽ എത്തിക്കാനായി, സ്റ്റോപ്പ് ചെയ്യിക്കാനായി ആർക്കും കഴിയാത്തത്. ഹല്ലേലൂയ. പരീക്ഷന്മാർക്ക് അവൾ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ അവളെ സ്റ്റോപ്പ് ചെയ്യിക്കായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിലെ സ്നേഹം കണ്ട്, അവൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ആർക്കും അവളെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റിയില്ല. അവരത് കണ്ട് നിൽക്കേണ്ടി തന്നെ വന്നു. നീ ചെയ്യുന്നത് കണ്ട് നിന്റെ ശത്രു നിൽക്കും. പിന്മാറിപ്പോകരുത്. ശത്രുവിന്റെ ശബ്ദത്തിനോട് നോ പറയാം. ശത്രുവിന്റെ വാക്കിനോട് നോ പറഞ്ഞ് നീ ചെയ്യേണ്ട പ്രവൃത്തി നീ ചെയ്യുക. ദൈവ സ്നേഹത്തിൽ ചില അടയാളങ്ങൾ നമ്മളിലൂടെ നടക്കട്ടെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ നമ്മളിലെ പ്രവൃത്തികളിലൂടെ ലോകം കാണട്ടെ. ജാതികൾ കാണാനായി ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഞാനും നിങ്ങളൊന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാനാ. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ സ്നേഹത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ ദൈവ പ്രവൃത്തി കാണിക്കാനാ. ദൈവയുടെ പ്രവൃത്തി, സ്നേഹത്തിൻ്റെ പ്രവൃത്തി, ക്ഷമയുടെ പ്രവൃത്തി, ഇതെല്ലാം ലോകത്ത് കാണിക്കാനാ എന്നെ നിങ്ങളെ ദൈവസ്നേഹത്തിലാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. അസൂയപ്പെടാനോ കുശുമ്പ് പറയാനോ വെറുക്കാനോ ഇതിനൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ചെയ്യും, പക്ഷേ ഇതിനൊന്നും അല്ല കർത്താവ് നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇന്ന് സകലവിധ ഇങ്ങനെയുള്ള ചെറിയ 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 പ്രശ്നങ്ങളെല്ലാം ഇന്ന് പാക്ക് ചെയ്ത് ഒരു കറുത്ത ബാഗിലാക്കി പാക്ക് ചെയ്ത് ഇന്ന് ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അവിടെ കുപ്പയിലിട്ടേക്കണം. വെറുപ്പും പരാതികളും അസൂയകളും കുശുമ്പും ഞാൻ ഉൾപ്പെടെ ചെയ്യാൻ തയ്യാറായിട്ടാണ്. ഇന്ന് ദൈവ സ്നേഹത്തിൽ തൈലം പൂശിയെങ്കിൽ അവന് തൈലം പൂശാൻ അവൾ യോഗ്യത ഇല്ലായിരുന്നിടത്ത് അവളുടെ പ്രവൃത്തിയിൽ അവൾ ഏറ്റവും മാന്യമേറിയവളായി മാറി. പാപമോചനം അവൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാനായി അവളുടെ ഒരു പ്രവൃത്തിയിൽ ദൈവം കനിഞ്ഞു. അവൻ അവളോട് പറഞ്ഞത്, സ്ത്രീയോട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് വിശ്വസിക്കുന്നു? എനിക്ക് ദൈവസ്നേഹം ഉള്ളത് കൊണ്ട്, എന്നിൽ ദൈവം വസിക്കുന്നത് കൊണ്ട്, ഞാൻ ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ രുചിച്ചറിഞ്ഞവനുമായതുകൊണ്ട് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, ഇന്ന് മുതൽ എനിക്ക് അസമാധാനമായ ഒരു പ്രശ്നവും എൻ്റെ ജീവിതത്തിലില്ല. ശത്രു അത് തോന്നിപ്പിക്കും, ശത്രു അത് ഭയങ്കരമായി എന്നെ കൊണ്ട് ചിന്തിപ്പിക്കും. പക്ഷെ പറയുക, ദൈവസ്നേഹത്തിൽ ഞാൻ ഇന്ന് സമാധാനത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അത് ചെയ്യും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അതിന് മേലെ വൻ കാര്യങ്ങൾ ചെയ്യും. കാരണം എൻ്റെ അപ്പൻ വലിയവനാ. എൻ്റെ അപ്പൻ ചെറിയവനല്ല, വലിയവനാ. എൻ്റെ അപ്പൻ വലിയവനാന്ന് പറയുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എത്ര പേർക്ക് അതിൽ സന്തോഷമുണ്ട്? എൻ്റെ അപ്പൻ വലിയവനാ. നമുക്ക് നമ്മുടെ മക്കളൊക്കെ പഠിച്ച് വലുതാവണമെന്ന് പറയുന്നത്, വലിയ പദവിയിലിരിക്കണ പറയുമ്പോൾ ഭയങ്കര ക്രെഡിറ്റ് അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ നല്ല ഉദ്യോഗസ്ഥരാണ്, നമ്മൾ നല്ല ഉദ്യോഗസ്ഥരാണെന്നൊക്കെ, ഉദ്യോഗത്തിലിരിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ ക്രെഡിറ്റ് അല്ലേ? പക്ഷെ അതിനേക്കാളും വലിയൊരു ക്രെഡിറ്റ് പറയാനാണ് നമുക്കുള്ളത്. എൻ്റെ അപ്പൻ, ഹി ഈസ് എ മൈറ്റി കിങ് ഓഫ് മാജസ്റ്റിക് കിങ് ഓഫ് കിങ്സ് ആണ്. വാരിയർ ഓഫ് വാരിയർ, എ പവർഫുൾ മൈറ്റി റൂളർ. അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അധികാരമുള്ള ദൈവം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ നിർത്താം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇന്ന് രാവിലെ വന്നൊരു വാട്സപ്പിൽ ഒരു സാധനം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അതുകൊണ്ടാണ് ഞാനത് ഗ്രൂപ്പിലിട്ടത്. ലൈഫ് ഹാസ് സിമ്പിൾ ഫോർമുല. ജീവിതത്തിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫോർമുല. ലുക്ക് ബാക്ക് ആൻഡ് താങ്ക് ഗോഡ്. നീ പുറകിൽ തിരിഞ്ഞ് നിന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുക. ആദ്യത്തെ ഫോർമുല, ലുക്ക് ബാക്ക് ആൻഡ് താങ്ക് ഗോഡ്. വളരെ സിമ്പിളാണ്. അങ്കിളെ, ഇന്ന് പ്രശ്നം കാണുമ്പോൾ നാളെ എന്ന് ചിന്തിക്കുന്നതിന് പകരം പെട്ടെന്ന് ഒന്ന് ചിന്തിക്കുക. ഒരു ഫോർമുലയാണ്. ഇന്നലെയും കർത്താവ് അത് സോൾവ് ആക്കി തന്നു. ദൈവം നന്ദി. ലുക്ക് ബാക്ക്, തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറയുക. ആദ്യത്തെ ഫോർമുല. രണ്ടാമത്തെ ഫോർമുല, ലുക്ക് എഹെഡ് ആൻഡ് ട്രസ്റ്റ് ഗോഡ്. മുന്നോട്ട് നോക്കി ദൈവത്തെ മാത്രം ആശ്രയിക്കുക. മുന്നോട്ട് നോക്കണം. ലുക്ക് എഹെഡ്. നിന്റെ പ്രശ്നത്തെ നോക്കി നീ വിശ്വസിച്ച് കർത്താവിനെ ആശ്രയിക്കണം. ഹല്ലേലൂയ. ഈ ഫോർമുല ഇഷ്ടപ്പെട്ടോ?
മുന്നോട്ട് നോക്കി കർത്താവിൽ ആശ്രയിച്ചു പോവുക. ശത്രുവിനെ നോക്കി ശത്രുവിൻ്റെ ശബ്ദത്തെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട. ശത്രുവിൻ്റെ പദ്ധതികളും പ്ലാൻസും അതൊക്കെ അവിടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വാട്ട് വി സേ, വി ട്രസ്റ്റ് ഗോഡ്. ഞാനെൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നേ. അപ്പോൾ ആദ്യത്തെ ഫോർമുല, പുറകിലോട്ട് നോക്കി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക, മുന്നോട്ട് നോക്കി ദൈവത്തെ ആശ്രയിക്കുക. ഈ 2 ഫോർമുലയും എത്ര പേർക്ക് സ്പർശിച്ചു എന്ന് എനിക്കറിയില്ല. അത് ചെറിയൊരു വാട്സപ്പ് മെസ്സേജായി വന്ന നല്ലൊരു ക്യൂട്ടൊരു മെസ്സേജായിരുന്നു. പക്ഷേ അതെന്നെ എൻ്റെ മനസ്സിലോട്ട് കയറിയപ്പം ഞാൻ വിചാരിച്ചു ദൈവമക്കളോട് അത് ഷെയർ ചെയ്യണം. പ്രശ്നം രൂക്ഷമാവുമ്പോൾ പുറകിൽ ചിന്തിച്ച് കർത്താവ് നടത്തിയ വഴികളിൽ ഇന്നും എൻ്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ എന്നെ നടത്തും. പതറിപ്പോവാനല്ല അവൻ എന്നെ വിളിച്ചത്. കാരണം വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ ആശ്രയിച്ചാൽ നീ അവന് വേണ്ടി നന്മ പ്രവർത്തിക്കും. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിച്ചാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നടത്തി തരും. അപ്പം മുന്നോട്ട് പോകുമ്പോൾ യഹോവയിൽ ആശ്രയിക്കാൻ തയ്യാറാവുക. ഒറ്റ വചനം വിശ്വസിക്കുക, അവനിൽ ആശ്രയിച്ചാൽ അവൻ എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നേടിത്തരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നടക്കും. യഹോവയിൽ ആശ്രയിക്കണം, നന്മ ചെയ്യണം, ദൈവസ്നേഹത്തിൽ നന്മ ചെയ്യണം, ദൈവസ്നേഹത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ജാതികളുടെ ഇടയിൽ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എത്ര പേര് തയ്യാറാണ് അതിന്? ഹല്ലേലൂയ. എത്ര പേര് അതിന് തയ്യാറാണ്?